ഗൈസ്, വെൽക്കം ബാക്ക്. പാർട്ട് 1 വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാലേ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോയാലോ. ശ്രീ മുദ്രകുന്ന് അമ്പലത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വിനയൻ ചേട്ടൻ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അമ്പലത്തിനെ കുറിച്ച് സംസാരിച്ചു. അമ്പലത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കല്ലുകളിൽ ലിപികൾ കൊത്തിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് ആള് കാണിച്ചു. 4 മണിക്കാണ് പൂരം തുടങ്ങുന്നത്. എന്നാലും ആളുകളൊക്കെ ഇപ്പോഴേ വന്നു തുടങ്ങി. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുള്ള ലിപികളാണ്. വിനയൻ ചേട്ടൻ അതിൻ്റെ അടുത്തേക്കാണ് എന്നെ കൊണ്ടുപോയത്. ഇതാണ് ആ ലിപികൾ. ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിതിനെപ്പറ്റി യാതൊന്നും അറിയില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും 2000 വർഷം പഴക്കമുണ്ട് ഈ ഒരു കാര്യത്തിന്. ഇവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്നിട്ട് ഇതിന്റെ പഴക്കങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗൈസ്, ഇതാണ് അമ്പലത്തിന്റെ മുൻഭാഗം വരുന്നത്. കയറി വരുന്ന ഭാഗം മുൻഭാഗം ആണെങ്കിൽ പോലും അമ്പലത്തിന്റെ നടയും അതിന്റെ കൊടിമരങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഗൈസ്, ഇപ്പോൾ 2:30 മണിയായിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. 4 മണിക്ക് പൂരം തുടങ്ങുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആവാന്ന് വിചാരിച്ചു. ഇന്ന് പൂരത്തിന്റെ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് നല്ല രീതിയിലുള്ള സദ്യയാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത് എന്ന്. പ്ലേറ്റും ഗ്ലാസും കഴുകണ്ടായെന്ന് അറിയിക്കും. ദയവായി പ്ലേറ്റും ഗ്ലാസും കഴുകരുത്. വേസ്റ്റ് മതി പുറത്തേക്ക് ഇട്ടതിന് ശേഷം ആ ഡ്രമ്മിൽ സാമ്പാർ, അവിയൽ, ഉപ്പേരി, പായസം, അച്ചാറ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളി സദ്യയായിരുന്നു ഗൈസ്. അങ്ങനെ 2 കൂട്ടം പായസം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കഴിച്ചിട്ട് ഇനി വയറ് നിറച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങനെ സദ്യ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. കൂടെ നമുക്ക് രസവും കൂടെ കിട്ടിയിട്ടുണ്ട്. പായസം ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ കൈകൊണ്ട് കുഴച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ നടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നിലത്ത് വീണിരിക്കുന്ന ചെറുപയർ പണിയൊക്കെ ഇവിടത്തേക്ക് നേദിച്ചതാണ്. അതായത് ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതായത് പറ കണക്കിനാണ് കൊടുക്കുന്നത്. കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട്, കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കായി. ഞാനൊരു അമ്പലത്തിലും ഇങ്ങനെ ഒരു ചടങ്ങ് കേട്ടിട്ടില്ല. അതായത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചെറുപയർ പറ കണക്കിന് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ് നമ്മളെ കേരളത്തിന്റെ ഭംഗി കുറച്ചുകൂടെ കൂട്ടുന്നത്. ഓരോ അമ്പലങ്ങൾക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട്. അതുപോലൊരു ഐതിഹ്യമാണിതും. ഇതാണ് ദേവിയുടെ താളിച്ചെടിയും താളിപ്പാത്രവും. ഇതൊക്കെ ഈ അമ്പലത്തിന്റെ നൂറ്റാണ്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. 2000 വർഷം പഴക്കമുള്ള ഈ അമ്പലത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിക്കാനായിട്ട്. ഇതാണ് അമ്പലത്തിന്റെ കിണർ. 3 കുന്നിന്റെ നടുവിലായിട്ടാണ് ഈ മുദ്രകുന്ന് അമ്പലം ഉള്ളത്. ഇവിടുത്തെ ജലസ്രോതസ്സുകൾ ഒരിക്കലും വറ്റാറില്ലെന്നാണ് ഐതിഹ്യം. ഇവിടെയാണ് അമ്പലത്തിന്റെ കളമെഴുത്തും പാട്ടും ഒക്കെ നടത്തുന്ന ചെറിയൊരു ഇടം വരുന്നത്. നേരെ നോക്കിയപ്പോൾ അവിടെ കുറച്ചു പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആനയുടെ വെഞ്ചാമരം, നെറ്റിപ്പട്ടം, അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു. ഈ വിളക്ക് കത്തിച്ചു വെച്ച അവിടെയാണ് കളമെഴുത്തും പാട്ടൊക്കെ നടത്തുന്നത്. അവിടെ അത്യാവശ്യം അലങ്കാരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിന്റെ കവാടം കഴിഞ്ഞ് കാണാൻ പറ്റുക. എനിക്ക് തോന്നുന്നു ഈ അമ്പലം ഈ കുന്നിന്റെ മുകളിൽ ഏക്കർ കണക്കിനോളം ഉണ്ട് എന്ന്. അമ്പലത്തിന്റെ മുൻഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിക്കൊരു കൊട്ടാരം നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലാണേ. നിങ്ങൾക്കും അങ്ങനെ തോന്നില്ലേ? ഈ അമ്പലത്തിന്റെ നേരെ മുൻപിലേക്ക് നടക്കുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും നമുക്കത് തന്നെ ഫീൽ ചെയ്യും. അമ്പലത്തിന്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു മറ്റൊരു കാര്യം കൂടെ കാണാൻ പറ്റും. അതായത് ചട്ടുകക്കുണ്ട്. ഇവിടുത്തെ ദേവിയായിട്ടുള്ള ബാലദുർഗയ്ക്ക് ദേഷ്യം വരികയും ചട്ടുകെടുത്ത് വലിച്ചെറിഞ്ഞ ഭാഗം കുണ്ടായിട്ട് മാറുകയുമാണെന്നാണ് ഐതിഹ്യം. ഒരിക്കലും ഇവിടുത്തെ വെള്ളം വറ്റില്ലെന്നും പറയുന്നു. അമ്പലത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള ഒരു അമ്പലമാണേ. അവിടുത്തെ മൂർത്തിയുടെ പേര് ഏറാട്ട് കാളെന്നും കൂടെയാണ്. ഗൈസ്, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അതായത് ഈ സ്റ്റെപ്പ് നേരെ ഇറങ്ങി ചെല്ലുന്നത് ആ അമ്പലത്തിലേക്കാണ്. ചുറ്റുപാടും ആരും അങ്ങനെ ഇല്ല. ഈ ഭാഗത്തേക്കൊന്നും വലിയ രീതിയിലുള്ള ആളുകൾ ഇറങ്ങി വരുന്നില്ല എന്നാ തോന്നുന്നത്. ഒരു സൈഡ് ഭാഗത്തായിട്ട് കതിനക്കുറ്റി നിറച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പൂരം നടക്കുന്ന ഭാഗത്താണ് ആളുകൾ ഉണ്ടെങ്കിലും ഈ ഭാഗത്തും പൂജയും വഴിപാടും ഒക്കെ നടക്കുന്നുണ്ട്. എനിക്കിവിടെ വന്നപ്പോൾ ഒരു കാര്യം തോന്നിയത്, നല്ല പഴക്കമുള്ള അമ്പലം, ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്താതെ പണ്ടത്തെ അതേ ഭംഗിയിൽ ഇപ്പോഴും അവർ കൊണ്ടു നടക്കുന്നുണ്ട്. പറഞ്ഞ് വിവരിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള ഒരു അമ്പലം, പറയാതിരിക്കാൻ വയ്യ. മരപ്പണികളും അതിൻ്റെ കൊത്തുപണികളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പണ്ടത്തെ ആ മതിൽക്കെട്ടൊന്നും ഇപ്പോഴും പൊളിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. മരത്തിന്റെ ഒരു കൊത്തുപണികൾ കണ്ടാൽ തന്നെ അറിയാം നല്ല പഴക്കമുണ്ട്. അമ്പലത്തിന്റെ മച്ചിന്റെ മുകളിലായിട്ട് മരത്തിന്റെ ഉള്ള കൊത്തുപണികൾ ഇപ്പം ചെയ്തതല്ല എന്നുള്ളത് ഉറപ്പാണ്.
അത്രയും വർഷം പഴക്കമുള്ള കൊത്തുപണികളാണ്. ഈ ഒരു അമ്പലത്തിൻ്റെ പുറത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. മുഴുവൻ കാടാണ്. 3 കുന്നിൻ്റെ നടുവിലായിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരറ്റം കാണാമെന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ വന്ന വഴിയാണ്. പക്ഷേ ഇത്രയും പടവുകൾ ഞാൻ ഇറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പണ്ട് ഒരുപാട് പേര് ഇതിലൂടെ നടന്നു പോയ വഴികളായിരിക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് പൂരം നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചെല്ലുന്നത് ആറാട്ടുകുളത്തിലേക്കാണ്. അവിടുന്ന് പിന്നെ നേരെ ചെല്ലുന്നത് പൂരം നടക്കുന്ന ആൽത്തറയുടെയും ആ വയലിൻ്റെയും അടുത്തേക്കാണ്. ഗൈസ്, ഇപ്പോൾ പൂരം തുടങ്ങാറായിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ആളുകളുടെ കൂട്ടമാണ്. ദേവീനെ ആനയുടെ പുറത്ത് എഴുന്നള്ളിച്ച് ആലിൻ്റെ താഴെ ഇരിപ്പിടത്തിൽ ഇരിപ്പിക്കുന്നതോടുകൂടെയാണ് പൂരം തുടങ്ങുന്നത്. അതിനുശേഷം ഇവിടെ നടക്കാൻ പോകുന്നത് ആറാട്ട് പൂരമായിരിക്കും. പല വേഷങ്ങൾ കെട്ടിയിട്ട് ഭൂതങ്ങൾ വരികയും ദേവീനെ വണങ്ങുകയൊക്കെ ചെയ്യുന്ന വലിയൊരു പൂരമാണ് നടക്കാൻ പോകുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്തെന്നറിയോ, ഞാനൊരു 1 മണിയൊക്കെ ആ സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. വയലും സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു 4 കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുകളുടെ കൂട്ടം എത്ര പെട്ടെന്നാണ് ഉണ്ടായത്. ഗൈസ്, പ്രധാന ചടങ്ങായിട്ടുള്ള ഭൂതവും കാളയും ഒക്കെ അതാ വയലിൽ കൂടെ വരവായിട്ടുണ്ട്. കൊട്ടും പാട്ടും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതായത് ഈ പ്രദേശത്തുള്ള പല വീടുകളും കയറി ഇറങ്ങിയിട്ട് അവിടെയുള്ള അസുഖങ്ങളും കുട്ടികൾക്ക് വയ്യായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട്, അതായത് ചീത്തത്തിനെയൊക്കെ എടുത്ത് നല്ലത് അവിടെ അനുഗ്രഹിച്ചിട്ടാണ് ഇവിടേക്ക് എത്തുന്നതാണ് ഐതിഹ്യം. അതായത് ഇപ്പോൾ നടക്കുന്നത് ഓരോ ഭൂതഗണങ്ങൾ വന്നിട്ട് ആടിയതിന് ശേഷം അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ട് തൊഴുതിട്ട് പോവുകയാണ്. അങ്ങനെ ഓരോ ഭൂതഗണങ്ങളും മാറി മാറി വന്നിട്ട് തൊഴുവാണ് ചെയ്യുന്നത്. ഒരു ചടങ്ങാണ്. വെച്ചിട്ട് മേലൊക്കെ വന്ന് വീഴുന്നുണ്ട്. എനിക്ക് ഞാൻ നിരന്നെടുത്ത് ഒരു ചടങ്ങാണ്. ഇത് എന്തിനാ വെച്ചില്ല മനസ്സിലായോ? എന്തിനാ വെച്ചില്ല? എന്ത് എന്താ പറയാ, എന്തിനാ ഇതൊരു ചടങ്ങാണോ അറിയില്ലല്ലേ. അതെന്താ കാണണമെന്ന് അറിയാലേ. അവിടെയുള്ള പല ആളുകളും വെറ്റില എടുക്കുന്നുണ്ട്. കാരണമൊന്നും അറിയില്ലെങ്കിലും എല്ലാവരുടെ കയ്യിലും വെറ്റില ഒരുപാടുണ്ട് കേട്ടോ. ചടങ്ങാണോ? എന്ത് ചടങ്ങാട്ടാ? വെറ്റിലറിയാനുള്ള ചടങ്ങുണ്ട്. അങ്ങനെ വെറ്റിലേറാണല്ലേ ചടങ്ങാല്ലേ. ഇത് ചാത്തനേറ് പോലും ഏറാന്നാ പറഞ്ഞത്. പക്ഷേ എന്നെ ആ അച്ഛൻ ആക്കിയതാണെന്ന് തോന്നുന്നത്. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് എന്താണ് കാരണം എന്നുള്ളത്. അമ്പലത്തിലേക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ഈ വെറ്റിലെറിയുന്നത്. എന്താണ് കാരണം എന്നുള്ളത് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതാണ് കാള കളിക്കുക എന്ന് പറയുന്നത്. ഇതും ഇവിടുത്തെ ഒരു ചടങ്ങ് തന്നെയാണ്. ഭൂതങ്ങളുടെ വരവിൻ്റെ കൂടെയാണ് ഈ കാളയും കൂടെ വരുന്നത്. കുറച്ച് നേരം ഇങ്ങനെ കളിച്ചതിന് ശേഷമാണ് ഭൂതവും കാളയും എല്ലാം കൂടെ തിരിച്ച് മടങ്ങി പോകുന്നതും.
ഇപ്പോൾ തന്നെ കുറേ സമയമായി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ തിരിച്ച് മടങ്ങുവാണ്. ഗൈസ്, ഇന്ന് 7ാം ദിവസമാണ് പൂരത്തിൻ്റെ. ഇന്നത്തോടുകൂടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നത് വരെ എല്ലാവരോടും സൈനിങ് ഓഫ്.